ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പാഠബുക്കിൻ്റെ അപ്ഡേഷൻ കാരണം ചില പാഠഭാഗങ്ങളൊക്കെ മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയിച്ചാൽ ആ വീഡിയോസൊക്കെ നമ്മൾ മാറ്റി ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് 6ാമത്തെ ചാപ്റ്ററായ വജാൽന നൗമക്കും സുബാത്ത എന്ന പാഠഭാഗം ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ച് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്ന് മാറ്റി ചെയ്യാണ്. അപ്പോൾ നമ്മൾ 1 മുതൽ 7 വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 82 89 89 29 85 ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അവർക്ക് പ്ലേലിസ്റ്റ് ലിങ്കുകൾ അയച്ചു തരാം. ഇനി മദ്രസയിൽ ഇപ്പോൾ 3-ലെത്തിയിട്ടും അറബി മലയാളം വായിക്കാനും ഖുർആൻ ഓതാനും ഒന്നും അറിയാത്ത ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് 2 മാസം ട്യൂഷൻ കൊടുത്താൽ അവർക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും കഴിയുന്ന രീതിയിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ ഫീസിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു സാദിസ് വജാൽന നൗമക്കും സുബാത്ത. ഉറങ്ങാൻ സമയമായി. ഉറങ്ങുന്നതിനു മുമ്പുള്ള സുന്നത്തുകൾ കഴിഞ്ഞ ദിവസം മദ്രസയിൽ നിന്ന് പഠിച്ചത് ലബീബക്ക് ഓർമ്മ വന്നു. അവൾ ബ്രഷ് ചെയ്തു ഉളൂ ചെയ്തു വിരിപ്പിനടുത്തെത്തി. അതെടുത്തു കുടഞ്ഞു ഭംഗിയായി വിരിച്ചു. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവി ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമനർ റസൂലു എന്നിവ പാരായണം ചെയ്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ചു കിടന്നു. ശേഷം ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു ഇൻ അംസകത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദികസ് സ്വാലിഹീൻ എന്ന് ചൊല്ലി. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഉറങ്ങാൻ സമയമായാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ചില സുന്നത്തുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ലബീബ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതിന്ന് പഠിച്ച് ഇനി നിങ്ങളും ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർത്തെടുത്ത് ചെയ്യണം. എന്തൊക്കെയാണ് ഉറങ്ങാൻ വിരിപ്പിലേക്ക് കിടക്കുമ്പോൾ ചെയ്യേണ്ടത്? ബ്രഷ് ചെയ്യണം, വുളൂ ചെയ്യണം, എന്നിട്ട് വിരിപ്പ് എടുത്ത് കുടഞ്ഞ് വൃത്തിയാക്കി വിരിക്കണം. വിരിപ്പ് എടുത്ത് കുടഞ്ഞ് വൃത്തിയാക്കി വിരിക്കണം. പിന്നെ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതുക. സൂറത്തുകൾ ഓതിയതിനു ശേഷം 2 കൈകളിലേക്കും ഊതി ആ കൈകൾ കൊണ്ട് ശരീരം മുഴുവനും തടവുക. ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമന റസൂലു എന്നിവ പാരായണം ചെയ്യുക. അതൊക്കെ ഖുർആനിലെ ചില ആയത്തുകളാണ്. ബക്കറയിലെ ആയത്താണ് ആയത്തുൽ കുർസി. ആലിമ്രാനിലെ ഒരായത്താണ് ഷഹിദല്ലാഹു, ആമന റസൂലു ബക്കറയിലേതാണ്. അതൊക്കെ പാരായണം ചെയ്ത് പിന്നെ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു എന്ന ഒരു ദിക്ർ ചൊല്ലുക. എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വേണം കിടക്കാൻ. കിടക്കുമ്പോൾ വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കണം. കിടന്നതിന് ശേഷം ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു ഇൻ അംസകത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദകസ് സ്വാലിഹീൻ എന്ന് ചൊല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയാ ലബീബക്ക് ഉറക്കം വരുന്നില്ല, പല്ല് വേദനിക്കുന്നു, വേദന കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് എടുത്ത ക്ലാസ് അവൾക്ക് ഓർമ്മ വന്നത്. ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്.
അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ് എന്ത്? ചോദ്യം വരും, എന്താണ്? ഉറക്കം. മനസ്സിലാക്കുക. അതില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. ആരോഗ്യമായ ഉറക്കം കൊണ്ട് എന്താണ് ലഭിക്കുക? ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു ആരോഗ്യകരമായ ഉറക്കം. മനസ്സിലാക്കുക. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. ഇശാഇന് മുമ്പ് കിടന്നുറങ്ങുക, പിന്നെ ഇശാ കഴിഞ്ഞതിന് ശേഷം അനാവശ്യ സംസാരങ്ങളിലൊക്കെ മുഴുകുക, അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക. പിന്നെന്താണ്? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. പിന്നെ മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരങ്ങൾ പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രവുമല്ല കറാഹത്താണ്. ഇശായിന് ശേഷം അനാവശ്യ സംസാരങ്ങളിലൊക്കെ മുഴുകുന്നതും TV, ഫോണ് ഇതൊക്കെ കണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? കറാഹത്താണ്. അതിൻ്റെ വിധിയാണ് കറാഹത്ത്. അത് കാരണം ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. അപ്പോൾ അതൊക്കെ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുക. ഉമ്മ, പല്ല് വേദനിക്കുന്നു, ഉറക്കം വരുന്നില്ല, അവൾ പറഞ്ഞു. ഉമ്മ അല്പം സംസം വെള്ളം എടുത്തു കൊടുത്തു. ലബീബ അത് കുടിച്ചു. വേദന അല്പം ശമിച്ചു. അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. ഉമ്മ സംസം വെള്ളം നൽകി. അത് കുടിച്ച് അവളുടെ വേദന അല്പം ശമിച്ചപ്പോൾ അവൾ ഉറങ്ങി. മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉമ്മ ദിക്ർ ചൊല്ലുന്നത് കേട്ട് ലബീബ ഉണർന്നു. ലബീബയും ദിക്ർ ചൊല്ലി. ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹ് വരെ ഖുർആൻ ഓതി. അപ്പോൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ അത് പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരും എക്സാമിന്. ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ചൊല്ലേണ്ട ദിക്ർ ഏതെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ നമുക്ക് ഇത് എഴുതാൻ കഴിയണം. ലാ തനം ഇല്ലാ ബിളുഹുരിം വദിക്കിരിൻ. എന്താണ്? ശുദ്ധിയും ദിക്റുമില്ലാതെ ഉറങ്ങരുത്. ശുദ്ധിയും ദിക്റുമില്ലാതെ ഉറങ്ങരുത്. ലുഹുരിൻ, ലുഹുരിൻ എന്ന് പറഞ്ഞാൽ ശുദ്ധി. ശുദ്ധിയും ദിക്റുമില്ലാതെ ഉറങ്ങരുത്. മനസ്സിലാക്കി പഠിക്കുക പാഠം. നമുക്ക് നഖറോ നഫമ് മനസ്സിലാക്കാം. ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന് പറയുന്ന സൂറത്ത്, അതാണ് ഇഖ്ലാസ്. പിന്നെ മവ്യത്തൈനി, സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. നൗമുൻ, ഉറക്കം. നിഅമത്ത്, അനുഗ്രഹം. സംസം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവയെടുത്ത പുണ്യജലം, അതാണ് സംസം. തഹജ്ജുദ്, ഇശായിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതേപോലെ ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് സൂറത്തുൽ ബഖറയിലെ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ നഫമുൽ മായന, അർത്ഥം മനസ്സിലാക്കാനാണ്. അൽഹംദുലില്ലാ, എന്താണ്? സർവസ്തുതിയും അല്ലാഹു തആലാക്കാണ്. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വഅമൂതു, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്ന് നമ്മളിവിടെ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്താണ്? മരിപ്പിച്ചതിനു ശേഷം നമ്മെ ജീവിപ്പിച്ച, അതായത് ഉറങ്ങിയതിന് ശേഷം ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് മടക്കം. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് ആണ് വജാൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി. പാഠത്തിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തത് നസിൽ ഇവിടെ യോജിച്ചത് ഇവിടെയൊക്കെ ചേർത്ത് കൊടുക്കണം. എന്താണ്? ഇഖ്ലാസ്. ഇഖ്ലാസ് നമ്മളവിടെ വായിച്ചെന്തായിരുന്നു? സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം 1. അപ്പോൾ ഇത് ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. മനസ്സിലാക്കുക. അടുത്ത മാവിയത്തൈനി. മാവിയത്തൈനി എന്തായിരുന്നു? സൂറത്തുൽ ഫലക്കും നാസും. സൂറത്തുൽ ഫലക്കും നാസുമാണ്. അപ്പോൾ അത് 2. അത്
ഈ രണ്ടാമത്തെ കള്ളിയിലേക്ക് എഴുതാം. അടുത്തത് ഏതാണ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമ്മളവിടെ പറഞ്ഞു, ഖുർആനിലെ മഹത്തായ ആയത്ത്, സൂറത്തുൽ ബക്കറയിലെ 255 ആയത്താണ്. അപ്പം അത് മൂന്നാമത്തെ കള്ളിയിലേക്ക് എഴുതാം. അപ്പോൾ നമുക്കിവിടെ 3 എന്ന് നമ്പർ കൊടുക്കാം. അടുത്ത് ബിസ്മിക്കല്ലാഹുമ്മ അഹിയാ വാമൂത്തു, എന്താണ്? ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റാണ്. അപ്പം അതിൻ്റെ 4 നമുക്കവിടെ കൊടുത്തിട്ട് അതിലേക്ക് നാലാമത്തെ കള്ളിക്ക് എഴുതാം. അടുത്തത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹിയാന. അഹിയാന എന്താണ് അവിടെ? ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. 5ാമത്തെ കള്ളിയിലേക്ക് നമുക്കവിടെ എഴുതാം, ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ എന്നത്. അപ്പോൾ മനസ്സിലാക്കാം. ഇനി എന്താ? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ലബീബയുടെ പല്ല് വേദന മാറിയത് എങ്ങനെ? എങ്ങനെയാണ് ലബീബയുടെ പല്ല് വേദന മാറിയത്? അപ്പോൾ ആൻസർ നമ്മൾ പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് വേണം എഴുതാൻ. ഞാനിവിടെ എഴുതിയിട്ട് അത് പകർത്തിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് പാഠം വായിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം എക്സാമിന് പഠിക്കേണ്ട ചോദ്യോത്തരങ്ങളൊക്കെ അതിൽ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക. അതൊക്കെയാണ് നമ്മൾ പാഠബുക്കിൽ അടയാളപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ അടയാളപ്പെടുത്തുക. എന്താണ്? ലബീബക്ക് ഉമ്മ അല്പം സംസം വെള്ളം കൊടുത്തൂലേ? അപ്പോൾ സംസം വെള്ളം കുടിച്ചപ്പോൾ എന്ന് നമുക്കവിടെ എഴുതാം. സംസം വെള്ളം കുടിച്ചപ്പോൾ ലബീബയുടെ പല്ല് വേദന ശമിച്ചു. അടുത്ത എന്താണ്? ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ്? നമ്മളിവിടെ വായിച്ച കാര്യങ്ങൾ അടയാളപ്പെടുത്താം. ബ്രഷ് ചെയ്ത്, ഉളൂ ചെയ്ത്, വിരിപ്പെടുത്ത് കുടഞ്ഞ് ഭംഗിയായി വിരിക്കുക, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതുക, എന്നിട്ട് 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക, ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമന റസൂൽ എന്നിവ പാരായണം ചെയ്യുക, ബിസ്മിക്കല്ലാഹുമ്മ അഹിയാ വമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടേക്ക് എഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് എഴുതട്ടാ, മനസ്സിലാക്കി എഴുതുക. അടുത്തെന്താണ്? കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത് എന്തിനാണ്? എന്തിനാണ് വിരിപ്പ് തട്ടിക്കുടയുന്നത്? നമ്മുടെ വിരിപ്പിൽ വല്ല പ്രാണികളും ഇഴജന്തുക്കൾ, പാറ്റ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാനാണ്. ഉറുമ്പുണ്ടെങ്കിൽ അത് കടിച്ച് നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടാവും. അതുപോലെ പാറ്റ, പ്രാണി ഇതൊക്കെ ചെവിയിലേക്കൊക്കെ പോയാൽ അതും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ എഴുതാം നമുക്കിവിടെ? വിരിപ്പിൽ വല്ല പ്രാണിയും ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ കുത്താതിരിക്കാനാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. അടുത്തെന്താണ്? ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഇവിടുന്ന് എഴുതാം. കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കണം. ഉറങ്ങുന്നവൻ കിടക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതാം. അടുത്തത്, ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അതവിടെയൊക്കെ എഴുതുക. അടുത്തത്, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക. ഇശാഇന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ ഇശാഇന് ശേഷം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. അതായത് സുബ്ഹിക്ക് മുമ്പ് ഇശാ നിസ്കരിച്ച ശേഷം നമ്മൾ കിടന്നുറങ്ങണം, എന്നിട്ട് സുബ്ഹിക്ക് മുമ്പായിട്ട് ഉണരണം, എന്നിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. അപ്പോൾ സമയം ഇത് നോക്കിയിട്ട് എഴുതുക. അടുത്തത്, ഇശാ നിസ്കാരത്തിന് ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണ് ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ? ഇവിടുന്ന് അടയാളപ്പെടുത്തുക. മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരങ്ങൾ പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തിനും ബുദ്ധിയെയും മോശമായി ബാധിക്കും, മാത്രവുമല്ല കറാഹത്താണ്. അപ്പോൾ അത് എഴുതുക. അപ്പം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരങ്ങൾ
പോലുള്ള വിനോദങ്ങൾ, അതൊക്കെ ചെയ്യൽ കറാഹത്താണ്. അപ്പോൾ അത് അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരങ്ങൾ പോലുള്ള വിനോദങ്ങൾ കറാഹത്താണ്. മനസ്സിലാക്കി എഴുതട്ടാ. അടുത്തത് എന്താണ്? നക്തഷിഫ്, മുസഫ് നോക്കി കണ്ടെത്താനാണ്. നമുക്കിവിടെ സൂറത്തുൽ ഇഖ്ലാസ്, അത് നിങ്ങൾ മുസഫ് എടുക്കുക. എന്നിട്ട് മുസഫിൽ എത്രാമത്തെ സൂറത്താണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഇഖ്ലാസ് എത്രാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൽ 112ാമത്തെ സൂറത്താണ്. 112. അപ്പോൾ 1, 1, 2 112ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അത് ഖുർആനിൽ 112ാമത്തെ സൂറത്ത് എന്ന് എഴുതാം. അടുത്തത് സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ ഫലക്ക് 112 ഇഖ്ലാസ് കഴിഞ്ഞാൽ സൂറത്തുൽ ഫലക്ക് അതാണ് വരുന്നത്. 113. പിന്നെ സൂറത്തുൻ നാസ് 114ാമത്തെ സൂറത്ത്. ഖുർആനിൽ 114ാമത്തെ സൂറത്ത് അങ്ങനെ എഴുതുക. അപ്പോൾ ഇഖ്ലാസ്, ഫലക്ക്, നാസ് അത് മനസ്സിലാക്കുക. പിന്നെ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ ഖുർആനിൽ അൽ ബക്കറയിലെ 255ാമത്തെ ആയത്താണ്. 255ാമത്തെ ആയത്ത്. അപ്പോൾ ഇവിടെ ഉണ്ടത് സൂറത്തുൽ ബക്കറയിലെ 255ാമത്തെ ആയത്ത്. അതുപോലെ ഖുർആനിലെ 113ാമത്തെ സൂറത്ത്, 113ാമത്തെ സൂറത്ത് എന്നൊക്കെ മറ്റുള്ളതിന് എഴുതുക. ഓക്കെ. അടുത്തത് ആമന റസൂലാണ്. ആമൻ റസൂലും അൽ ബക്കറയിലേത് തന്നെയാണ്. അൽ ബക്കറയിലെ ആമന റസൂല് അൽ ബക്കറയിലെ അവസാനത്തെ ആയത്താണ്. 285ാമത്തെ ആയത്താണ് അൽ ബക്കറയിൽ. അപ്പോൾ അതുപോലെ എഴുതുക. മറ്റത് 255ആണ്. അപ്പോൾ അതവിടെ നോക്കിയതാ 285 അത് എഴുതുക. അടുത്ത ഷഹിദല്ലാഹു ഖുർആനിലെ 3ാമത്തെ സൂറത്തായ ആൽ ഇമ്രാനിലെ 18ാമത്തെ ആയത്താണ്. 18. ആൽ ഇമ്രാനിലെ 18ാമത്തെ സൂറത്ത് ഖുർആനിലെ 3ാമത്തെ സൂറത്താണ്. ഇത് ആയത്തുൽ കുർസി, ആമൻ റസൂലും സൂറത്തുൽ ബക്കറ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ്. 1ാമത്തെ ഫാത്തിഹ, 2ാമത്തെ സൂറത്താണ് അൽ ബക്കറയത്തതാണ്. ഇത് 3ാമത്തെ സൂറത്തായ ആൽ ഇമ്രാനിലെ 18ാമത്തെ ആയത്ത്. 18 മനസ്സിലാക്കുക. അടുത്തത് വജാൽനാ നൗമക്കും സുബാത്ത. അത് സൂറത്ത് 78ാമത്തെ സൂറത്ത്. 78ാമത്തെ സൂറത്ത്, അതായത് സൂറത്തുൻ നബ. സൂറത്തിൻ്റെ പേര് സൂറത്തുൻ നബ. 78ആണ്. 78ാമത്തെ സൂറത്തിൽ 9ാമത്തെ ആയത്ത്. 9. 78ാമത്തെ സൂറത്തിൽ 9ാമത്തെ ആയത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഖുർആനിലെ 78ാമത്തെ സൂറത്താണ് സൂറത്തുൻ നബ. സൂറത്തുൻ നബയിലെ 9ാമത്തെ ആയത്താണ് വജാൽനാ നൗമക്കും സുബാത്ത. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എന്താ? നക്തുബ്, എഴുതാനാണ്. എന്താണ്? ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ. എന്തായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ? ഇവിടെ ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വാമൂത്തു, ഇതാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ. അപ്പോൾ അത് എഴുതാം. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റാണിത്. ഉറങ്ങാൻ കിടന്നതിന് ശേഷം ബിസ്മിക റബ്ബി വലഅത ജംബി വബിക റഫഅഹു ഇൻ അംസകത നഫ്സി ഫർഹംഹ വൈൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന ദിക്ർ. അടുത്തത് ഉണരുമ്പോഴുള്ള ദിക്ർ. ഉറങ്ങി ഉണർന്നാലുള്ള ദിക്ർ എന്താണ്? നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിരുന്നു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. അപ്പോൾ അതവിടേക്ക് എഴുതുക. അടുത്തത് തഹ്സീസാണ്. തഹ്സീസിൽ എന്താണ്? ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തിൽ ഒരു ഖണ്ഡിക തയ്യാറാക്കാനാണ്. ഒരു ഖണ്ഡിക തയ്യാറാക്കണം. എന്തൊക്കെ എഴുതാം നമുക്കതിൽ? അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നു, ഉറങ്ങാൻ കിടക്കാൻ ഉദ്ദേശിച്ചാൽ ബ്രഷ് ചെയ്ത് ഉളൂ ചെയ്യുക, വിരിപ്പെടുത്ത് കുടഞ്ഞ് ഭംഗിയായി വിരിക്കുക, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിലും ഊതി ശരീരം മുഴുവനും തടവുക. പിന്നെ ആയത്തുൽ കുർസി, ആമന റസൂലു, ഷഹിദല്ലാഹു എന്നിവ പാരായണം ചെയ്യുക. ബിസ്മിക്കല്ലാഹു മഹിയ എന്ന ദിക്ർ ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തിന്മേൽ ചെരിഞ്ഞു കിടക്കുക.
വലത് കവിളിന് താഴെ കൈ വെച്ച് കിടക്കുക. ശേഷം ബിസ്മിക റബ്ബി വലഅ്ത ജംബി വബിക റഫഅഹു ഇൻ അംസകത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന ദിക്റും ചൊല്ലുക എന്നൊക്കെ ചേർത്തിട്ട് നമുക്കവിടെ ഒരു ഖണ്ഡിക അതിനെക്കുറിച്ച് എഴുതാൻ കഴിയണം. ഇത് എക്സാമിന് 5 വരി കുറയാതെ എഴുതാൻ പറ്റുന്ന ചോദ്യമായിട്ട് വരാം. ഉറങ്ങുമ്പോൾ എങ്ങനെ കിടക്കണം, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് നമ്മൾ കിടക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇത്രയാണ് ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, അപ്പോൾ ഞാനിത് വീഡിയോ എടുത്ത് അപ്പടി അപ്ലോഡ് ചെയ്യുകയാണ്, കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയിക്കുക. കൂടുതലായിട്ടുള്ള അപ്ഡേഷനൊക്കെ ഏതെങ്കിലും പാഠത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അറിയിക്കണം. നമുക്ക് വീഡിയോ മാറ്റി ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.